എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അതായത് ഫ്രോക്ക് നൈറ്റിയുടെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രോക്ക് നൈറ്റിയുടെ കോളർ മോഡൽ, പീറ്റർ പാൻ കോളർ മോഡൽ വരണ 2 ടൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഇടുക ചേച്ചി എന്ന് വെച്ചിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ വീഡിയോ ആവാമെന്ന് വെച്ചു. അപ്പോൾ നമുക്കതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ഇതിപ്പോൾ ഞാനൊരു മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് എടുക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ കോളറ് അതുപോലെ നല്ല മാച്ച് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയണത്. ഒറ്റ പീസിലും ചെയ്യാം, പക്ഷേ അതാകുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് തുണി നെക്കിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മിക്സ് ആൻഡ് മാച്ചിലാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ നൈറ്റി മടക്കിയിടുന്ന പോലെ ഫോൾഡ് ചെയ്ത് ഇതുപോലെ 2 എണ്ണവും ഇട്ടിട്ടുണ്ട്. ഈ ഭാഗമാണ് തേര് ഭാഗം വരണത്. ഈ ഭാഗം തേര് ഭാഗം വരണത് രണ്ടും അതുപോലെ തന്നെ ഇടാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ലെങ്ത്ത്, ഞാനിപ്പോൾ ഒരു എക്സൽ സൈസിലുള്ള നൈറ്റിയാണ് വെട്ടുന്നത്. അപ്പോൾ സാധാരണ ഞാൻ എൻ്റെ സൈസിലുള്ളത് വെട്ടിയാണ് കാണിക്കാറുള്ളത്. ഇന്നിപ്പോൾ വിചാരിച്ചു എക്സൽ സൈസും കൂടെ ആകുമ്പോൾ നിങ്ങൾക്കും ഞാൻ ചെയ്യുന്ന മെഷർമെൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്കും അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നൈറ്റിയിലായാലും ഫ്രോക്ക് നൈറ്റിയിലായാലും എക്സലിൻ്റെ സൈസാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 41 ഇഞ്ച്, നൈറ്റിക്കാണെങ്കിൽ ഫുൾ ഇറക്കം കൊടുക്കും. ഇതിപ്പോൾ ഫ്രോക്ക് നൈറ്റിക്ക് 41 ഇഞ്ച് ഇറക്കം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 41 ഇഞ്ചിൽ നിന്ന് 7 ഇഞ്ച് നമ്മുടെ ഫ്രില്ലിനുള്ളതാണ് കേട്ടോ. അതുപോലെ 2 പാർട്ട് വേണം ഫ്രില്ലിന്. അതുപോലെ തന്നെ ഇപ്പോൾ 41 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയ പോലെ തന്നെ ഇവിടെയും മുകളിൽ നിന്ന് നേരെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് ഇവിടെ നിന്ന് ഇതുപോലെ ടേപ്പ് പിടിച്ച് ഇവിടെയും 41 ഇഞ്ച് അടയാളപ്പെടുത്തുക. 7 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി, ഇവിടെ നിന്നുള്ള 7 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. നമുക്കിത് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്, തന്നെയല്ല കയറി ഇറങ്ങി പോവാതിരിക്കാൻ. അപ്പോൾ ഈ 2 പാർട്ടാണ് നമ്മൾ ഫ്രില്ലിന് വേണ്ടി, താഴത്തെ ഫ്രില്ലിന് വേണ്ടി എടുക്കുന്നത്. ഈ ഒരു പാർട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എടുക്കണത് ഇത് നമ്മുടെ ബാക്കിലെ വള്ളിക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ലെങ്ത്ത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗം നമുക്ക് അത്രയും നമ്മുടെ ഫ്രില്ലിന് വേണ്ടി കൂട്ടിയെടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് വള്ളിക്ക് വേണമെങ്കിൽ നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ വെട്ടിക്കളയില്ലേ, ഈ ഭാഗത്തുനിന്ന് വെട്ടിക്കളയണത് വള്ളിയായിട്ട് നമുക്ക് വെക്കാം. അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടം പോലെ. ഇനി നമുക്ക് നെക്ക് പോർഷനൊക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ എക്സൽ സൈസ് ആയതുകൊണ്ട് 8 ഇഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. അതുപോലെ നമ്മുടെ കൈക്കുഴി അടയാളപ്പെടുത്തുന്നതും 8 ഇഞ്ച് തന്നെ. അവിടെ നിന്ന് ഒരു 21-21.5 ഇഞ്ച് ഹിപ്പിൻ്റെ പോർഷനാണ് കേട്ടോ. ഈ 2 പോർഷൻ്റെയും കൂടെ നടുഭാഗം വന്ന ഭാഗത്ത് ഇവിടെ ഒരു മാർക്ക് ചെയ്തു. ഇത് നമ്മുടെ വേസ്റ്റ് അല്ലെങ്കിൽ ഷേപ്പ് പോർഷനാണ് ഈ വരുന്നത്. ഇനി ഈ ചെസ്റ്റ് സൈസ് എത്ര വരണമെന്ന് നോക്കാം. ചെസ്റ്റ് സൈസ് അതായത് എക്സൽ സൈസ് ആയതുകൊണ്ട് ഞാൻ അതായത് കട്ടിങ്ങിന് വരെയും എടുക്കുന്നത് 12.25 ഇഞ്ച്, അതായത് 49 ഇഞ്ചിലാണ് കട്ട് ചെയ്യണത്. ഇതിൽ ഞങ്ങൾ ഇപ്പോൾ റെഡിമെയ്ഡ് നൈറ്റി കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇടുന്നത്. 1/2 ഇഞ്ച്. അപ്പോൾ തയ്യൽ തുമ്പ് ഇടുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്രത്തോളം വേണം എന്നുള്ളത്. ഇപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് എക്സൽ സൈസിന് 44 ഇഞ്ച് ചെസ്റ്റ് സൈസ് വരും. 11.25 ഇടണമെന്നുണ്ടെങ്കിൽ 45 വരും. അപ്പോൾ ഞാനിപ്പോൾ 12.25 മാർക്ക് ചെയ്തു. തയ്യൽ തുമ്പടക്കമുള്ള മെഷർമെൻറ്റാണ് കേട്ടോ ഇത്. തയ്യൽ തുമ്പടക്കം 12.25 ഇട്ടു. അതുപോലെ വേസ്റ്റ് പോർഷനിൽ 11.25, തയ്യൽ തുമ്പടക്കം 11.25 അടയാളപ്പെടുത്താം. ഹിപ്പ് പോർഷനിൽ 12.5 അടയാളപ്പെടുത്താം. ഓക്കെ. മുകൾ ഭാഗം ചെസ്റ്റിൽ 12.25, വേസ്റ്റിൽ 11.25, ഹിപ്പിൽ 12.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒന്ന് ജോയിൻ ചെയ്ത് വരക്കാം. ഓക്കെ. നമ്മുടെ കൈക്കുഴി മാർക്ക് ചെയ്യാം. ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഉൾഭാഗം, അതായത് ഫ്രണ്ടിൻ്റെ ഉള്ളിങ്ങനെ കട്ട് ചെയ്തൊന്നും എടുക്കാറില്ല. നൈറ്റിക്കും ഫ്രോക്ക് നൈറ്റിക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അതുപോലെ നമുക്ക് സ്ലീവ് അടയാളപ്പെടുത്താം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പഫ് സ്ലീവാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് പേര് പറഞ്ഞു പഫ് സ്ലീവിൻ്റെ ഒരു വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ ഇതും കൂടെ ആവില്ല എന്ന് വിചാരിച്ചാൽ ഇതിനും പഫ് സ്ലീവ് വയ്ക്കണത്.
അപ്പോൾ നമുക്കിതിൽ 8 ഇഞ്ച് കൈയിറക്കം കിട്ടും. അപ്പോൾ പഫായതുകൊണ്ട് 8 ഇഞ്ച് എടുത്താലും അതിങ്ങനെ പൊന്തി വരുമ്പോൾ കൈക്കിറക്കം കുറവ് ഫീൽ ചെയ്യരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഫ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ സാധാരണ എക്സൽ സൈസിന് ഞങ്ങൾ 9.5 ഇഞ്ച് കൈ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതിന് കുറച്ച് മുകളിലായിട്ട് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് പഫ് വേണ്ടേ? പഫ് വേണമെങ്കിൽ എന്ത് വേണം? നമുക്ക് കൂടുതൽ ചുരുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ ഇങ്ങനെ നമ്മൾ നീട്ടിയിട്ട് കൊടുക്കണം. എങ്കിലാണ് അപ്പോൾ ഈ പഫിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നീട്ടി വരച്ചത്. കൂടുതൽ ചുരുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കുറച്ചുകൂടെ നീട്ടി വരയ്ക്കാം. പക്ഷേ അങ്ങനെ ഒരുപാട് ചുരുക്കിന് വേണ്ടി ഇവിടെ നീട്ടി വരയ്ക്കുമ്പോഴുള്ള പ്രശ്നം, നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ഈ പോർഷനും കൊണ്ടാണ്. അപ്പോൾ നമുക്ക് തുണി തികയാതെ വരരുത്. അപ്പോൾ ഫ്രോക്ക് നൈറ്റി അല്ലേ, ഒരുപാട് തിക്കായിട്ടുള്ള പഫ് കൊടുക്കണ്ട, ഈ ഒരു ലെവലിൽ തന്നെ വരച്ചാൽ മതി. ഇതിനൊക്കെ അതായത് തിയറിക്കലായിട്ടുള്ള അളവോ കാര്യങ്ങളോ ഇല്ല. സാധാരണ നമ്മുടെ കൈക്കുഴിക്ക് വേണ്ട കൈ മാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് 2-3 ചുരുക്കിനുള്ളത് മാത്രം ഇങ്ങനെ അടയാളപ്പെടുത്താം. ഓക്കെ, എന്നിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാണ്. കൈക്കുഴിയുടെ ഭാഗം കട്ട് ചെയ്യുക. എല്ലാവരും സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് ലേഡീസൊക്കെ പോയതിന് ശേഷം രാത്രിയാണ് കേട്ടോ ഈ വീഡിയോ പിടിക്കണത്. എന്നും വിചാരിക്കും നാളെ ആവട്ടെ എന്ന്, അങ്ങനെ നീണ്ടു പോണതാണ് എൻ്റെ വീഡിയോസ്. അപ്പോൾ കുറേ പേര് മെസ്സേജ് വിട്ടും നേരിട്ട് വിളിച്ചും കമൻസിലൂടെയൊക്കെ ചോദിക്കും ചേച്ചീനെ എന്താ ഇപ്പം കാണാത്തേന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ രാത്രി ആയാലും ഇന്ന് എന്തായാലും ഞാൻ വീഡിയോ എടുത്തിട്ടേ പോകുള്ളൂ എന്ന് വിചാരിച്ച് നിന്നത്. ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുക. പക്ഷേ ഇതിൽ ചെയ്യേണ്ടതായ ഒരു ട്രിക്ക് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ ഈ 2 പോർഷനും കട്ട് ചെയ്ത് മാറ്റുക. അത് ഞാൻ കാണിക്കണില്ല കേട്ടോ, സമയം കുറേ വലിച്ച് നീട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോഡി പാർട്ടല്ല. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഇറക്കത്തിൻ്റെ ഏകദേശം ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒരു മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രില്ലൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഈ സൈഡ് ഇങ്ങനെ തൂങ്ങിക്കിടക്കണത് പോലെ തോന്നും. ഇട്ട് കഴിയുമ്പോൾ സൈഡ് ചിലർ ചുരിദാർ ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അംബ്രല്ല ചുരിദാറിൻ്റെ അതായത് എ ലൈൻ ചുരിദാറിൻ്റെ സൈഡ് തൂങ്ങിക്കിടക്കും. അത് ഇല്ലാതിരിക്കാനായിട്ട് നമ്മളിതുപോലെ ഒന്ന് കർവ് ചെയ്ത് വെട്ടിക്കൊടുക്കണം. ഓക്കെ, അത് നൈറ്റിക്കും അതായത് ചുരിദാർ കട്ട് നൈറ്റിക്കും ഇതുപോലെ തന്നെ വെട്ടിക്കൊടുക്കണം. ഇല്ലെങ്കിൽ 2 സൈഡും തൂങ്ങിക്കിടക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഇതും കൂടെ കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് നെക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിതിന് ക്യാൻവാസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല, അല്ലാതെ തന്നെ എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിന് ഒരു 3 ഇഞ്ചാണ് വൈഡ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ബാക്ക് വെട്ടിയെടുക്കട്ടെ കേട്ടോ. ബാക്ക് ഇതുപോലെ ഒന്ന് സ്ക്വയർ ബോക്സ് വരക്കുക. സ്ക്വയറായിട്ടും ചെയ്യാം, യു ആയിട്ടും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ യു ആയിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ ഇത് മുകളിലത്തെ പീസ് മാത്രം ഇതിങ്ങനെ വെട്ടിയെടുത്തിട്ട് 3 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് നമ്മുടെ കഴുത്തിറക്കം എത്രത്തോളം വേണം എന്ന് നോക്കാം. ഞാനിപ്പോൾ 6 ഇഞ്ചാണ് കഴുത്തിറക്കം കൊടുക്കുന്നത്. ഇതിനെയും ഒരു സ്ക്വയർ ബോക്സായിട്ട് വരക്കാം. എന്നിട്ട് വീനെക്കാണ് ചെയ്യണത്. പക്ഷേ ഇങ്ങനെ സ്ട്രെയിറ്റ് വി ചെയ്താൽ ഇതിനൊരു ഭംഗി വരില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ പുറത്തേക്ക് കൊടുക്കണം. ഈ ഒരു വി ആണ് ഭംഗി വരണത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് 2 പീസും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, ഇത് മാറ്റി വെക്കണം, ഇത് കളയരുത്. ഈ നെക്ക് നമുക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കും ഇത് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് നമുക്ക് നമ്മുടെ ഡിസൈൻ ചെയ്യണത്, അതായത് ഈ സൈഡ് പീസ് 2 എടുക്കുക,
ഈ പൂക്കള ഉള്ളത്. ഇത് 2 എണ്ണം നമുക്ക് ആവശ്യം വരും, ക്രോസ് പീസിനൊക്കെ ആവശ്യം വരും. ഈ തേര് ഭാഗം ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ടതിന് ശേഷം ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് ഒരു നെക്കെടുത്ത് ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് എൻ്റെ ചോക്കിൻ്റെ കളറ്, ചോക്കൊന്ന് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ ഈ നെക്ക് ഇതുപോലെ തന്നെ ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുക ഈ തുണിയിൽ. കറക്റ്റ് അതുപോലെ തന്നെ, ഒട്ടും കുറയ്ക്കാനോ കൂട്ടാനോ നിൽക്കണ്ട, കറക്റ്റ് അത് തന്നെ വരച്ചു. ഇത് മാറ്റി വരച്ചത് മനസ്സിലാവുന്നുണ്ടോ? ഒന്നും കൂടെ തെളിയിച്ച് വരക്കാം. അതായത് ഈ നെക്ക് കട്ട് ചെയ്ത നെക്ക് അതുപോലെ തന്നെ വെച്ചിട്ട് നമ്മളത് ജസ്റ്റ് മാർക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ നിന്ന് 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ കഴുത്തിൻ്റെ ചുറ്റിലും മാർക്ക് ചെയ്യാം. ഈ വീട് അതുപോലെ തന്നെ 2 ഇഞ്ചിൻ്റെ ഇങ്ങനെ വന്നു. ഇനി ചെയ്യേണ്ടത് ഈ നെക്കിൻ്റെ എൻഡിൽ ഇങ്ങോട്ട് നീങ്ങി പോകരുത്. ഈ എൻഡിൽ തന്നെ ഇതുപോലെ വെച്ചിട്ട്, ഇതുപോലെ എൻഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. കണ്ടോ? ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഭംഗി വരുത്താൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഭാഗം വരുമ്പോൾ 1/2 ഇഞ്ചും കൂടെ നമുക്ക് കൂട്ടിയിടാം. അപ്പോൾ കുറച്ചും കൂടെ, അതായത് കോളറിൻ്റെയൊക്കെ അതേ ഒരു സ്റ്റൈലിലേക്ക് മാറും. ഇവിടെ മാത്രം ഇവിടെ നിന്ന് 1/2 ഇഞ്ച് കൂട്ടിയിടുക, ഇവിടെയൊക്കെ 2 ഇഞ്ച് മതി. ഓക്കെ, എന്നിട്ട് ഞാൻ കട്ട് ചെയ്യാം. കട്ട് ചെയ്യണത് ശ്രദ്ധിച്ചോളൂ. ഈ നെക്കിൻ്റെ ഈ എൻഡ് പോർഷനിൽ നിന്നായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. വേണ്ട, എന്നിട്ട് ഈ 2.5 ഇഞ്ച്, ഇവിടെ 2.5 ഇഞ്ച് ഉണ്ടാവും. അതുപോലെ ഈ നെക്ക് അതുപോലെ തന്നെ നമ്മൾ ബോഡി പാർട്ടിൽ വെട്ടി അതേ അളവിൽ വെട്ടി മാറ്റാം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കണത്. ഇപ്പോൾ 2ഉം കൂടി ഒരുമിച്ചാണല്ലോ ഞാൻ വെട്ടിയത്. അപ്പോൾ നീലയുടെ പീസിലെടുത്തിട്ട് നമ്മളിത് നെക്ക് വയ്ക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണതെന്നുള്ളത് നമുക്ക് കാണാം. ഇതിപ്പോൾ 2 സൈഡും 2 ഇതായിട്ട് നിൽക്കും. നമ്മളുടെ നെക്ക് ഇങ്ങനെ ഇരിക്കും, കണ്ട? ഈ നീല കളറിലെ ബോഡിയിൽ ഈ പോർഷൻ കൊണ്ടുവന്ന് വയ്ക്കും. ഓക്കെ, അതപ്പോൾ എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഞാൻ എന്താ സ്പോഞ്ച് താഴെ, കണ്ടോ? സ്പോഞ്ച് താഴെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ ലൈനിങ്, സെയിം മെറ്റീരിയൽ തന്നെയാണ് ഞാൻ ലൈനിങ് ആയിട്ട് എടുത്തേക്കണത്. കാരണം ഇത് അടിച്ച് മറിക്കുമ്പോൾ ഇതിൻ്റെ അരികു ഭാഗങ്ങളൊക്കെ വേറെ കളർ വന്നാൽ അതിൻ്റെ വൃത്തി പോകും. പരമാവധി അതേ മെറ്റീരിയൽ തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാൻ നോക്കാം. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ നെക്ക് പോർഷനല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മുടെ ഈ അരികു ഭാഗം ഇവിടെ നിന്ന് ഇതുപോലെ കുത്തി നിർത്തി ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇവിടെ കെട്ടിട്ടടിച്ചു തുടങ്ങാം. ഇവിടെ വരുമ്പോൾ കുത്തി നിർത്തിയിട്ടടിക്കാം. ഇതിൻ്റെ അരികു ഭാഗമൊക്കെ ഇതുപോലെ കട്ട് ചെയ്യാം. സ്പോഞ്ച് ഉണ്ടെങ്കിൽ സ്പോഞ്ച് വെച്ച് ചെയ്യണതാണ് കൂടുതൽ ഭംഗി. സ്പോഞ്ച് ഇല്ലാതെയും ഇത് ചെയ്യാം കേട്ടോ. ഞാൻ രണ്ടും ചെയ്യാറുണ്ട്, സ്പോഞ്ച് വെച്ചും സ്പോഞ്ച് ഇല്ലാതെയും ചെയ്യാറുണ്ട്. സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ ഭംഗി തോന്നാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 2 സൈഡും ചെയ്യണം. ഈ ഭാഗവും ഇതുപോലെ തന്നെ സ്പോഞ്ച് താഴെ വയ്ക്കാം, അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് ഇതും അടിച്ച് മറിച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിന് ഇതുപോലെ നമ്മൾ എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലൊരു മൊനയുള്ള ടൂൾ എന്തെങ്കിലും വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സൂചി ആയാലും മതി, വെച്ചിട്ട് ഇതിൻ്റെ മൊനഭാഗം ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് ആക്കാൻ നോക്കാം.
എന്നിട്ട് ഇതിൻ്റെ എഡ്ജിൽ ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം. ഞാനിതിപ്പോൾ കരിനീലയിൽ വെക്കണതിൻ്റെ പേരിൽ ആദ്യം കരിനീല നൂലാണ് ഇട്ടത്. പക്ഷേ ആ നൂല് വേണ്ട, കാരണം ഇതിൻ്റെ എഡ്ജിൽ ആ നീല കളർ വന്നതിൻ്റെ ഭംഗി പോകും. വേറെ നൂല് മാറ്റിയിടട്ടെ. എഡ്ജിലൊരു സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ. നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അതുപോലെ ഈ നെക്കിലും പൊള്ളപ്പ് വരാതെ. ഒരാൾ കഴിഞ്ഞ ദിവസം കമൻറ്റ് ചെയ്തിരുന്നു, സ്പോഞ്ച് വെച്ചപ്പോഴാണോ എന്നറിയില്ല ചേച്ചി, ഇങ്ങനെ പൊള്ളച്ച് നിൽക്കുമ്പോണം തോന്നിയെന്ന്. അത് സ്പോഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് എയർ കളഞ്ഞിട്ട് വേണം സ്റ്റിച്ച് വരുത്താനായിട്ട്, അതുകൊണ്ട് വരണതാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ ഇപ്പുറത്തെ പീസും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ദാ 2 ഭാഗങ്ങളും ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ നെക്കിന് വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇതുപോലെ അളവിൽ തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ വെട്ടിയത് ഇതിൻ്റെ നെക്കിൻ്റെ ഉൾഭാഗം വെച്ചിട്ടല്ലേ വെട്ടിയത്, അതുകൊണ്ട് അതൊരു മാറ്റവും വരില്ല. ഇതുപോലെ വെച്ച് കഴിഞ്ഞ് നമ്മുടെ നെക്ക് ഏകദേശം ഓക്കെ ആയി. ഇനി ഇതിന് ഇത്രയും ഇവിടെ അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം ചെയ്യേണ്ടത് നമുക്കിതിനൊരു പൈപ്പിംഗ് ഇട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യട്ടെ കേട്ടോ. ഇനി ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ സാധാരണ പീറ്റർ പാൻ കോളറൊക്കെ ഇങ്ങനെ വിട്ട് കിടക്കുള്ളൂ. പക്ഷേ നമ്മൾ ഈ കോട്ടൺ തുണികളിൽ, നൈറ്റി തുണികളിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു വാഷിങ് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ ചുരുണ്ട് പോകണ ഒരവസ്ഥ വരും. എപ്പോഴും നമുക്കത് അയൺ ചെയ്തിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഈ എഡ്ജിലടിക്കരുത്. ഇവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് ഒരു ഭംഗി വരുത്തണ രീതിയിൽ ഒരു സ്റ്റിച്ചിങ് ഇതിനെ ഇവിടം വരെയും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊരിക്കലും ഇതിങ്ങനെ കഴുകുമ്പോൾ ഇത് മടങ്ങിപ്പോവേ ചുളിവ് വരെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എല്ലാം ഒരേ ലെവലിൽ വരുത്തണം കേട്ടോ സ്റ്റിച്ചിങ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോൾ അതുമ്പോൾ സെറ്റായിട്ട് ഇരിക്കണമുണ്ട്, ഇത് മടങ്ങി പോവത്തുമില്ല. അപ്പോൾ നമുക്കിതിന് നെക്കിലൊരു പൈപ്പിംഗ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ പൈപ്പിംഗ് ഇടാനായിട്ട് നമ്മൾ ലൈനിങ് ഇട്ടതും സെയിം തുണി തന്നെ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾക്ക് പൈപ്പിങ്ങിന് തികയില്ല. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെയും സ്ലീവിൻ്റെയും ഇടയിൽ നിന്ന് വെട്ടിപ്പോയ ഒരു വേസ്റ്റ് പീസാണ് ഞാനിപ്പോൾ പൈപ്പിങ്ങിന് വേണ്ടി എടുക്കണത്. ഓക്കെ, അപ്പോൾ കണ്ടോ, നമുക്ക് ക്രോസ് കിട്ടിയില്ലേ. നൈറ്റിക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക. ക്രോസ് പീസ് ജോയിൻ്റ് ചെയ്യണതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിയാത്തവർ ഇതുപോലെ നല്ല വശം മേലെ വെച്ചിട്ട് ഇതുപോലെ ക്രോസ് ചെയ്ത് വെട്ടുക. ഇതിനെ തിരിച്ച് വയ്ക്കുക. കണ്ടോ, ഇങ്ങനെ ജോയിൻ്റ് ആവും. അതുപോലെ തന്നെ ഈ 2 പീസും ജോയിൻ്റ് ചെയ്തെടുത്താൽ നമുക്ക് നെക്കിനുള്ള ക്രോസ് പീസായി.
ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അരികു ഭാഗം നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. പിന്നെ എപ്പോഴും പൈപ്പിംഗ് ചെയ്യാനായിട്ട് ക്രോസ് പീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വീതിയിൽ നമ്മൾ ക്രോസ് പീസ് എടുക്കരുത്. നമുക്ക് ആവശ്യത്തിനുള്ള വീതി മാത്രം മതി. ഒരുപാട് വീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ക്രോസ് പീസ് നെക്കിൽ ചെയ്ത് വരുമ്പോൾ ഒരു കറക്റ്റിനൊരു ഭംഗി നമുക്കതിൽ കിട്ടണില്ല. ഞാനിപ്പോൾ ഇത് സെയിം തന്നെ ഇട്ടിട്ടാണ് പൈപ്പിംഗ് ചെയ്യണത്. ഇതിനിപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ബ്ലൂ കളർ ഇട്ടാലും ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, എല്ലാവരും ഒരേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഈ സ്റ്റിച്ചിങ് ഒരേ അളവിലല്ലെങ്കിൽ പൈപ്പിങ്ങിന് പല ആകൃതിയല്ല, പല എന്നിട്ട് പറയാ വണ്ണം കൂടുതലും വണ്ണം കുറവും ഒക്കെ വരും. അപ്പോൾ തയ്യൽ തുമ്പ് എല്ലായിടത്തും ഒരേ അളവിൽ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ നൈറ്റി മെറ്റീരിയൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല, കാരണം ഗ്യാപ്പ് കിട്ടിയില്ല എനിക്ക് വീഡിയോ ഇടാനായിട്ട്. ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ട് കുറേ പേര് വിളിച്ചിരുന്നു. ഇനി ഇതിന് പൈപ്പിങ് നമുക്ക് മടക്കി കൊടുക്കാം. ഒരിക്കലും പൈപ്പിങ്ങിൻ്റെ തുണി നമ്മൾ ഒരുപാട് വലിച്ച് പിടിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് നല്ല സ്മൂത്തായിട്ട് വിട്ട് കൊടുത്താലാണ് പൈപ്പിങ് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ. ഈ നടുഭാഗം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം കേട്ടോ, എങ്കിലാണ് ഈ വീനെക്കിൻ്റെ ഈ ഭാഗം വരുമ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ ആ വീനെക്കിൻ്റെ ഷേപ്പ് വരുള്ളൂ. ഇന്നത്തെ വീഡിയോ ഷൂട്ടിങ് ആദ്യത്തെ ഇൻട്രൊഡക്ഷനും കട്ടിങ്ങും മാത്രം ഉണ്ടാ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നത് ആ സ്റ്റാൻഡ് മേൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ സ്റ്റാൻഡ് എൻ്റെ ടേബിളിൽ സെറ്റ് ചെയ്ത് തായോ, ഞാൻ ശ്രമിച്ച് നോക്കട്ടെ ശരിയാവുമോയെന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെ ആയി കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്, ഇതുപോലെ സ്റ്റാൻഡിൽ വെച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പുള്ളീനെ അധികം ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമല്ലോ, ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മുടെ കണ്ടോ നെക്കിൻ്റെ പോർഷൻ ഓക്കെ ആയില്ലേ. ഇനി നമുക്കിതിനെ കൂടുതൽ ഭംഗി വരുത്താനായിട്ട് വേണമെങ്കിൽ ഇവിടെ 1-2 ഷോ ബട്ടൺ കൊടുക്കാം. പക്ഷേ ഈ ഒരു ഡിസൈനിൽ ഇനി ഷോ ബട്ടൻ്റെ ആവശ്യമില്ല, കാരണം നിറയെ ഇതുപോലെ ഡിസൈനുകൾ വന്നിട്ടുള്ളത് കൊണ്ട് ഷോ ബട്ടൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി ബാക്കി എല്ലാനും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇടയ്ക്ക് എൻ്റെ കൈ തട്ടി സ്റ്റാൻഡ് ഒന്ന് അനങ്ങുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബ്ലൂ കളറിലെ പീസിൽ നിന്ന് നമുക്ക് ബാക്കിൻ്റെ ക്രോസ് പീസ് എടുക്കണം. ബാക്കിന് വേണ്ട ക്രോസ് പീസ് നമ്മുടെ വേസ്റ്റ് പീസിൽ നിന്ന് റെഡിയാക്കണം. ഇത് നമ്മുടെ നെക്കിൻ്റെ ഭാഗം വെട്ടിയതിൻ്റെ കേട്ടോ. ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്യണ്ട, അതിൽ നിന്നൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് കിട്ടും. ഓക്കെ, ഇതിപ്പോൾ ബാക്കിനുള്ളത് കിട്ടിയില്ലേ. ജോയിൻ്റ് ചെയ്യുക. ഇതിൻ്റെ അരികു മടക്കിയടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ 2 വശോടി കൂട്ടിപ്പിടിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. നല്ല എക്സ്പേർട്ടായവരൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചൊന്ന് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ജോയിൻ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അല്ലാതെ അങ്ങനെ തന്നെ വെച്ചടിക്കരുത്, കാരണം നമ്മുടെ വർക്കിൻ്റെ ഫിനിഷിങ് പോവും. അങ്ങനെ തന്നെ വെച്ചടിക്കുമ്പോൾ തയ്യൽ തുമ്പ് കയറി ഇറങ്ങിയിരിക്കും. അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് എല്ലാവരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വർക്കിന് നമ്മുടേതായ ഒരു ഭംഗി വരുത്താൻ ശ്രമിക്കാം. നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യണ വർക്കിൽ കാണേണ്ടത്.
ഇനി ബാക്കിന് ക്രോസ് പീസ് ഇട്ട് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ബാക്ക് ഭാഗത്താണല്ലോ നമ്മൾ വള്ളി വെച്ച് കൊടുക്കുന്നത്. ഞാൻ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ബാക്കിൽ ടക്കിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ടൈപ്പ് വള്ളി വയ്ക്കാറുണ്ട്. ചില സമയത്ത് നമ്മുടെ സൈഡ് പോർഷനിൽ നിന്ന് ഇതുപോലെ സൈഡിൽ നിന്ന് വള്ളി വെച്ച് കൊടുക്കും. നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ടക്കിൽ നിന്ന് വള്ളി വെച്ചാലും കുഴപ്പമില്ല, സൈഡിൽ നിന്ന് വള്ളി വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി വള്ളി വയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് കാണിച്ചു തരാം. വള്ളി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണേന്ന് അതിനൊരു കുഞ്ഞ് എളുപ്പവഴി. ഇതാണ് നമ്മളെ ഏറ്റവും അടിഭാഗത്തു നിന്ന് വെട്ടിയെടുത്ത ആ ഒരു പീസ്. ഇതിൻ്റെ ഒരു 3/4 ഭാഗം മതി നമുക്ക്. ഭാഗം നമുക്കിത് മുറിച്ച് കളയാം. കുറേ നീളം വള്ളിക്ക് വേണ്ട. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു പീസ് എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിനെ ക്രോസ് ചെയ്തടിക്കാം. ഇങ്ങനെ ക്രോസ് ചെയ്തടിച്ചിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. ഇങ്ങനെയായില്ലേ. ഇനി ചെയ്യേണ്ടത് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിനെ ഒന്ന് ഉള്ളിലേക്ക് ഇതുപോലെ ഉള്ളിലേക്ക് പിടിച്ചു കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് പിടിച്ചു കൊടുക്കുക. തന്നെ വീഡിയോ എടുക്കണതിൻ്റെ പേരിൽ ഇതൊക്കെ ക്ലിയറായിട്ട് വരണുണ്ടോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. വന്ന് കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം. എന്നിട്ട് ഇതുപോലെ അരിക് രണ്ടും ഇങ്ങനെ ഒപ്പം വെച്ച് നല്ല നീറ്റായിട്ട് അടിച്ചെടുക്കാൻ നോക്കാം. ഒരു എളുപ്പ വഴി കിട്ടിയില്ലേ വള്ളി വയ്ക്കാൻ. ഞങ്ങളുടെ ബായി നാട്ടിൽ പോയിട്ട് വന്നിട്ടില്ല. ആള് 29-ാം തീയതി യു.പിന്ന് പുറപ്പെടുള്ളൂ. 3-ാം തീയതിക്കൊക്കെ ആയിരിക്കുള്ളൂ ഇവിടെ എത്തണത്. അതിന് ശേഷമാണ് ഞാൻ കസ്റ്റമൈസ്ഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അത് തന്നെ ഇപ്പോൾ വേണോ വേണ്ടേന്നുള്ള ആലോചനയിലാണ് ഞാൻ. കസ്റ്റമൈസ്ഡ് വർക്ക് എനിക്ക് ഭയങ്കര തലവേദനയാണ്. അതിൻ്റെ പേരിൽ ഇനി നൈറ്റി വർക്ക് മാത്രമായിട്ട്, നൈറ്റിയും ഫ്രോക്ക് നൈറ്റിയും മാത്രമായിട്ട് ചെയ്താലോ എന്നും ചിന്തിക്കുന്നുണ്ട്. ഇതിനെ ഇതുപോലെ തന്നെ അരിക് അടിച്ചിതുപോലെ എടുക്കാം. അപ്പോൾ ഇത് വാഷ് ചെയ്യുമ്പോഴൊന്നും ഇത് ചീത്തയാവില്ല, ചുരുണ്ട് മടങ്ങിപ്പോവേ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇതുപോലെ 2 വള്ളിയും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വള്ളി 2ഉം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വള്ളി നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ക്രോസ് പീസിനെ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. ക്രോസ് പീസിനെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. വലിയ ബുദ്ധിമുട്ടാണെന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ, സിമ്പിളാണ്. നമ്മുടെ ബാക്കും ഫ്രണ്ടും കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് എന്താ, നമുക്ക് കൈ വയ്ക്കണം. കൈ വയ്ക്കാനായിട്ട് പഫ് സ്ലീവ് അല്ലേ നമ്മൾ വെട്ടിയേക്കണത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മാച്ചിങ് ഇത് വെച്ചിട്ടാണ്
പഫ് സ്ലീവ് അടിക്കുന്നത്. പഫ് സ്ലീവ് ചെയ്യുമ്പോൾ നമ്മളിവിടെ നിന്ന് അടിച്ചു തുടങ്ങാം. അല്ലാതെ സാധാരണ ചെയ്യുന്ന പോലെ സെൻറ്ററിൽ നിന്നൊന്നും അടിച്ചു തുടങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് അടിച്ചു തുടങ്ങാം. അപ്പം അതിന് മുന്നേ നമ്മുടെ ഈ പീസിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തോളൂ കേട്ടോ. എന്നാലാണ് നിങ്ങൾക്കിത് എന്തോരം പഫ് അവിടെ വരുത്തണം എന്നറിയാൻ പറ്റുള്ളൂ. ഇവിടെ വരുമ്പോൾ കണ്ട, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇത്രയും കൂടുതലുണ്ട്. അപ്പോൾ ഇത്രയും തുണികൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറേശ്ശെ ചെറിയ ചുരുക്കിട്ട് കൊടുത്ത് അത്രയും തുണികൾ അതിൻ്റെ ഉള്ളിലേക്ക് റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പഫിൻ്റെ ആദ്യ ഘട്ടം കഴിഞ്ഞു. ഇവിടെ സെൻറ്റർ എത്തി. ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തും വരണ്ടേ, ഒരു വശം മാത്രം വന്നാൽ മതി പോരല്ലോ. അപ്പോൾ അവിടെ ഫ്ലീറ്റ് ഇട്ടപ്പോൾ എത്ര ഫ്ലീറ്റാണ് വന്നതെന്ന് നോക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് നോക്കാം. കണ്ടോ, അപ്പോൾ ഇവിടെ ഇത്രയും കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും ഇവിടെ ചുരുക്കിട്ട് കൊടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇങ്ങനെ ഇട്ടു, ഇവിടെ ഇട്ടു. ഇനി താഴെ എന്ത് ചെയ്യണം, ഇവിടെ ഞാൻ എലാസ്റ്റിക് ഇടാനാണ് ഉദ്ദേശിച്ചേക്കണത്. അപ്പോൾ എലാസ്റ്റിക് ഇടാനായിട്ട് ഇതാ ഇതുപോലെ ഈ 4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തേക്കണത്. എലാസ്റ്റിക്കിന് എത്ര അളവൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച്, തേര് ഭാഗത്തു നിന്ന് 3/4 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വയ്ക്കുക. എന്നിട്ടൊന്ന് ഇനി ഇടാം. എന്നിട്ട് ഇതിനെ വലിച്ചു പിടിക്കുക. പരമാവധി എലാസ്റ്റിക്കത എത്രത്തോളം ഉണ്ടോ അത്രയും വലിച്ചു പിടിക്കുക. എന്നിട്ട് ഈ എലാസ്റ്റിക്കിൻ്റെ ഒരെഡ്ജിൽ മാത്രം അടിച്ചു കൊടുക്കുക. അതിന് ശേഷമാണ് ഇപ്പുറത്തെ എഡ്ജിലേക്ക് അടിക്കണത്. വലിച്ചു പിടിക്കണം. എന്താ, ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരെഡ്ജിലല്ലേ അടിച്ചത്, ഇപ്പുറത്തെ എഡ്ജിലും കൂടെ അടിച്ചെടുക്കണം. അതുപോലെ തന്നെ വലിച്ചു പിടിക്കുക. ഓക്കെ, നമ്മുടെ പഫ് കണ്ടോ ഇതുപോലെ ഇരിക്കും. ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അടിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇപ്പോൾ ദാ 2 സ്ലീവും ഞാൻ പഫ് റെഡിയാക്കി. ഇനി നമ്മൾ കൈയുടെ ഭാഗം തുടങ്ങി താഴേക്ക് ജോയിൻ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം തയ്യൽ തുമ്പിട്ടോ അതുപോലെ നിങ്ങൾ സൈഡ് ജോയിൻ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു 14 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് നമ്മളുടെ ഈ ഡോരി വെച്ച് കൊടുക്കേണ്ടത്. ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ 14.5 എന്നുള്ളത് 13.5 മതിയാവും. ഒരു സൈഡ് അടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവിടെ ചെറുതായിട്ട് കണ്ടോ കയറ്റിറക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ ഫ്രില്ല് വെക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഞാൻ അടിച്ച് മുഴുവനാക്കുന്നില്ല. 3/4 ഭാഗം താഴെ വരെ അങ്ങോട്ട് എത്തിക്കണില്ല കേട്ടോ. കാരണം നമുക്ക് ഫ്രില്ല് ജോയിൻ്റ് ചെയ്യണ്ടേ. രണ്ട് സൈഡും അതുപോലെ തന്നെ പതിനാലര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ വരുമ്പോൾ വള്ളി വെച്ച് കൊടുക്കുക.
അവിടെ വരുമ്പോൾ ഒന്ന് കെട്ടിട്ട് അടിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ വള്ളി നന്നായിട്ട് വലിച്ചൊക്കെ കെട്ടുന്ന കസ്റ്റമർ ആണെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് അത് പൊട്ടിപ്പോയി എന്ന് പറയും. ഇത് ഞാൻ മുഴുവനാക്കണില്ല ജോയിൻറ്റ്. ഇനി നമുക്ക് ഫ്രില്ല് വെക്കണം. ഫ്രില്ല് വെക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ പീസുകൾ ആദ്യം തന്നെ ജോയിൻ്റ് ചെയ്തെടുക്കുക. നമ്മുടെ വർക്ക് കഴിയാറായി കണ്ടോ. ഈ ഫ്രില്ല് ജോയിൻ്റ് ചെയ്യുക, അരികു മടക്കി അടിക്കുക, പ്ലീറ്റുകളായിട്ട് അങ്ങോട്ട് രണ്ട് ബാക്കിലും ഫ്രണ്ടിലും അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ. ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരരിക് മാത്രം നമ്മളിതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് വീതി വേണ്ട, വളരെ തിന്നായിട്ട് മടക്കി അടിച്ചു കൊടുക്കുക. ജോയിൻ്റ് ചെയ്തെടുത്ത ഈ ഫ്രില്ലിൻ്റെ പോർഷൻ നമുക്കിതുപോലെ, നമ്മളൊരു ഭാഗം ഫുള്ള് ജോയിൻ്റ് ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെ വിട്ടേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫ്രില്ല് വെച്ച് തുടങ്ങാം. ചെറിയ ചെറിയ പ്ലീറ്റുകളായിട്ട് ഇടാൻ ശ്രമിക്കുക. ഭയങ്കര വീതിയിലൊക്കെ ഇടരുത്, ഭംഗി പോകും. അതുപോലെ ഭയങ്കരമായിട്ട് അടുപ്പിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തികയാതെ വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇതുപോലെ രണ്ട് തേര് ഭാഗം വന്നതാണ് ഒരു ഫ്രണ്ടിലേക്ക് വരേണ്ടത്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ 2 ജോയിൻ്റ് വരണ അത്രയും തുണികൾ ഫ്രണ്ട് ഭാഗം പ്ലീറ്റായിട്ട് കയറണം. അതുപോലെ തന്നെ ബാക്കിലും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫ്രണ്ടിൻ്റെ ഈ മടക്കുണ്ടല്ലോ, മടക്കിയേക്കണ ഭാഗം വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു തേര് ഭാഗം ഫ്ലീറ്റ് ഇട്ട് റെഡി ആയിട്ടുണ്ടാവണം. ഓക്കെ, അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലായിടത്തും ഒരേപോലെ ഫ്ലീറ്റുകൾ വരും. അപ്പം അതുപോലെ എല്ലാവരും നോക്കുക. ഒരുപാട് തിക്നെസ്സായിട്ട് ആദ്യം തന്നെ ഫ്ലീറ്റ് ഇട്ട് പോയ അവസാനം തികയാതെ വരും. പിന്നെ അത് അഴിച്ചെടുക്കണം. അപ്പോൾ ഒരു കാൽക്കുലേഷനിൽ ചെയ്യാം. ഇപ്പം ഫ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഫ്ലീറ്റ് ഇട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക്, അതായത് തയ്യൽ തുമ്പ് മുകളിലേക്ക് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ പതിച്ചടിച്ച് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ജോയിൻ്റ് ചെയ്യാനുണ്ടല്ലോ, ബാലൻസ് സൈഡ് ഇവിടം വരെയല്ലേ നിർത്തിയിരുന്നത്, അതിനെ ജോയിൻ്റ് ചെയ്ത് നമുക്കിതിനെ ഫിനിഷ് ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ്. ഓക്കെ, പിന്നെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇതുപോലെയാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.